എന്നിട്ട് എന്നെ ഇറങ്ങിപ്പോകാൻ സമ്മതിക്കാതെ അതിന് മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ ഞാൻ വേണമായിരുന്നു താനും. മനസ്സിലായില്ലേ? അത്തരം വേദികളിൽ എന്താ അങ്ങനെ ഉർവശിക്ക് എന്താ ഇങ്ങനെ കൊടുത്തത്? അതിന്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ അവാർഡ് മേടിക്കാൻ വന്നപ്പോൾ ഫിലിം ഫെയറിന്റെ അവാർഡ് മേടിക്കാൻ അതും ഒരു വാർത്ത പ്രാധാന്യമായി. എന്തുവാ? ഉർവശിക്ക് അവാർഡ് തന്നത് ഗൗരിയാണ്. ഒരു ഓൺലൈൻകാരുടെ ഒരു ചോദ്യം, എന്താ ഗൗരി എന്ന് പേരുള്ള ഒരു അവാർഡ് തന്നു? പിന്നെന്തുവാ? അല്ല അങ്ങനെയുണ്ടോ? ഫിലിം ഫെയറിന്റെ പ്രോട്ടോക്കോളാണോ അതോ കേരള സർക്കാരിന്റെ? എന്തുവാ അത്? നിങ്ങളുടെ പത്രക്കാരുടെ ഇടയ്ക്കുള്ളതാണ്. ഞാൻ അതിനകത്ത് ഭാഗമല്ല. അപ്പൊ അവിടെ ഒരു ചോദ്യം വരികയും രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറും. രണ്ട് ചോദ്യങ്ങൾ. അതെ, ഇന്ദ്രജിത്ത് എന്നുള്ള ആളാവാം, കാരണം രാവണന്റെ മോനായതുകൊണ്ട്. ഇന്ദ്രജിത്ത് അതാണോ? ഇന്ദ്രജിത്ത് കൂടെ തന്നെ എനിക്ക് പുള്ളിയെ തന്നത്. ആ പേര് വന്നുമില്ല അവിടെ. അത് വന്നുമില്ല. അതിന് പ്രാധാന്യം ആരും കൊടുത്തില്ല. എന്റെ ബൈക്കിളപ്പി അവിടെ അതിന് പ്രാധാന്യമില്ല. ഗൗരി എന്നുള്ള പേര്, പാർവതിയുടെ പേരുള്ളവരെ ഇവർക്ക് ഇഷ്ടമല്ല. ആരാ അത്? അവര് ഏത് ഗ്രൂപ്പാ കക്ഷികൾ? അവരറിയണമല്ലോ. അങ്ങനെ ഒരു ചോദ്യം, ആ ചോദ്യം ചോദിച്ച ആളിനെ എനിക്കറിയണം. ഗൗരി അതോ ആ കുട്ടി ആ പടത്തിലെല്ലാം മാവോയിസ്റ്റായിട്ട് അഭിനയിച്ചോണ്ടോ? മാവോയിസ്റ്റുകൾ അല്ല, അതിനകത്ത് ഉർവശി ചേച്ചിയുടെ മറുപടിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ചേച്ചി, ആർട്ടിസ്റ്റുകൾ എന്നും ക്യാമറ ആർട്ടിസ്റ്റുകളാണ്. അവരുടെ പേരോ താഴെ നിൽക്കുന്ന മുകളിൽ നിൽക്കുന്ന ഒന്നുമില്ല. പക്ഷെ അത് വലിയ വാർത്തയായി. മുഖ്യധാര മാധ്യമങ്ങൾ വരെ ഓൺലൈനിൽ വാർത്തയായി. മറ്റൊരു അവാർഡ് ദാന ചടങ്ങിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടായിരുന്നിട്ടും എനിക്ക് അവാർഡ് തന്ന ചാക്കോച്ചനാണ്. തൊട്ടടുത്ത് ഷീലാമ്മയ്ക്ക് അവാർഡ് കൊടുത്തപ്പോൾ അതേ മമ്മൂട്ടി കയറി വന്നു. എന്നിട്ട് എന്നെ ഇറങ്ങിപ്പോകാൻ സമ്മതിക്കാതെ അതിന് മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ ഞാൻ വേണമായിരുന്നു താനും. മനസ്സിലായില്ലേ? അപ്പം മമ്മൂട്ടിക്ക് മോഹൻലാലും അവാർഡ് എനിക്ക് തരാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് വല്ല മാനക്കേടും ഉണ്ട്. ഗൗരിയെ പോലെ ഒരാളുടെ നിന്ന് വാങ്ങിക്കാൻ എനിക്കൊരു മാനക്കേടും ഇല്ല. മനസ്സിലായില്ലേ? അതിൻ്റെ പേരാ ഉർവശി. അത്രേ ഉള്ളൂ. ഗൗരി എന്ന് പറഞ്ഞ പേരെനിക്ക് വലിയ ഇഷ്ടമാണ് തന്നെ. അതാരാ അവാർഡ് തന്നെന്ന് ഞാൻ വിചാരിച്ചല്ല. എനിക്ക് കിട്ടിയ അവാർഡ് ഫിലിം ഫെയർ ആണ്. എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡാണ്, മുടങ്ങാതെ നടക്കുന്നു. പിന്നെ 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 വളരെ എല്ലാ ലാംഗ്വേജിലും കേരളത്തിൽ നടക്കുന്ന അഭിമാനമുള്ള മുഹൂർത്തമാണ് നമുക്ക്, പിന്നെ മലയാളികൾ. പിന്നെ 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 അപ്പൊ അത്തരം ഒരു ചോദ്യങ്ങളൊക്കെ വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇത്തരം ചോദ്യങ്ങൾ വരുന്നിടത്ത് ആ ചോദ്യം എന്താ വരാത്തതെന്നും കൂടെ ചോദിക്കണം. അത്തരം വേദികളിൽ എന്താ അങ്ങനെ ഉർവശിക്ക് എന്താ ഇങ്ങനെ കൊടുത്തത്? അവരായിരുന്നില്ലേ കൊടുക്കേണ്ടത് എന്ന് ചോദ്യമില്ലാതെ അല്ലാത്തൊരു ആർട്ടിസ്റ്റ് കൊടുക്കുമ്പോൾ ഇവരെന്തിനാ ചോദിക്കുന്നതെന്നുള്ള ഈ വേർതിരിവ് പത്രക്കാരുടെ ഇടയ്ക്ക് വരരുത്, വരാൻ പാടില്ല. വരുന്നെങ്കിൽ എല്ലാം ഒരുപോലെ വരണം. പക്ഷപാതപരമായ അത്തരം ചോദ്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ആ മറുപടി ഞാൻ പറഞ്ഞ മുഖ്യധാര മാധ്യമങ്ങൾ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എഴുതി കേട്ടോ. അതാണ് തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എഴുതി. ചേച്ചി ഈ പറഞ്ഞ പോലെ ഞാനാണ് ഉർവശി എന്നല്ല, അതാണ് ഉർവശി എന്ന് കാണിച്ചു മുഖ്യധാര മാധ്യമങ്ങൾ. അങ്ങനെ എപ്പോ എല്ലാ കാലത്തും എന്നെ കുത്തി നോക്കുമ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ സന്തോഷമായിട്ടല്ലേ ഇരുന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ വേറൊരു വ്യക്തിയാണ്. എൻ്റെ വ്യക്തിത്വം വേറെയാണ്. ആ വ്യക്തിത്വമാണ് ഇവിടെ വരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇഷ്ടവും അങ്ങനത്തെ ഉർവശിനെയാണ്. അന്നും ഇന്നും കാണുന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ ആളെയാണ് നമുക്ക് ഇഷ്ടം. പുതിയ പ്രൊജക്റ്റ് ഏതാണ്? പുതിയത് ഒരുപാടുണ്ട്. നമുക്കിപ്പം ജഗദമ്മ വരിക, ജഗദമ്മയെ ആൾക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ. കൂടെ ഒന്ന് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് കഴിഞ്ഞിട്ടുണ്ട്, അറിയാമല്ലോ. അലിക്ക് ആശ, മലയാളത്തിലെ അടുത്ത റിലീസ് ആശ, അതും ഉടനെ ഉണ്ടാവും. അതും വലിയ ക്യാരക്ടറാണ്. പിന്നെ തീർച്ചയായിട്ടും മനോഹരമായിട്ട് നല്ല ഒരു സിനിമയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമയാണത്. പിന്നെ അങ്ങോട്ടുണ്ട് സിനിമകൾ മലയാളത്തിൽ. അതെല്ലാം പലതും പുതിയ ഡയറക്ടേഴ്സിൻ്റെയും പുതിയ ആൾക്കാരുടെയുമാണ്. അവരുടെ ഒപ്പം സഞ്ചരിക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട്. അതാണ്. പിന്നെ തമിഴും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നല്ല പിന്നെ ചില വാർത്തകൾ കേൾക്കുന്നു പറഞ്ഞാൽ കർണാടക കോർപ്പറേഷൻ എനിക്ക് ഒരു അവാർഡ് തരുന്നുണ്ട്. അത് മാർച്ച് 8-ാം തീയതി വിമൻസ് ഡേ. അത് 1,00,000 രൂപയുടെ പുരസ്കാരവും കീർത്തിപത്രവും ഒക്കെ തരുന്നുണ്ട്. ആദ്യമായിട്ടാണ്. കാരണം പലപ്പോഴും മുൻപ് കർണാടക സർക്കാരിൻ്റെ ബെസ്റ്റ് ആക്ട്രസിന് വേണ്ടിയൊക്കെ സെലക്ഷന് പോകുമ്പോൾ തമിഴിൽ നിന്നും വന്ന നടിയാണ് എന്നുള്ള ഒരു ടോക്ക് അന്ന് അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ആ സിനിമകൾ അയക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടുത്തെ സർക്കാർ അവാർഡുകൾക്ക് സിറ്റിയുടെ നടുക്ക് ഹൃദയഭാഗത്ത് വസ്തു കൊടുക്കുകയാണ് പതിവ്. പ്രോപ്പർട്ടി, വീട് വയ്ക്കാനുള്ള പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ സിനിമ ഏറ്റവും കൂടുതൽ കന്നഡ സിനിമ അവരുടെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുകയും ബെസ്റ്റ് ഫിലിമിന് പിന്നെ 15 ലക്ഷം ആണെങ്കിൽ ആ സിനിമ എടുത്ത പ്രൊഡ്യൂസർക്ക് 25 ലക്ഷം.
അങ്ങനെയൊക്കെയുള്ള അവാർഡ് കൊടുക്കുന്ന ഇൻഡസ്ട്രി കന്നഡം മാത്രമേ ഉള്ളൂ. ഒരുപാട് പേർക്ക് അറിയില്ല അത്. അപ്പം അങ്ങനെ അവാർഡ് കിട്ടുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും നല്ല ഏരിയയിലാണ് വീട് വയ്ക്കാൻ പ്രോപ്പർട്ടി കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയത് എന്നെ അറിയിച്ചത് വിനയപ്രസാദാണ്. വിനയ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ കോർപ്പറേഷൻ നിങ്ങളെ ആദരിക്കുന്നു. അപ്പോൾ എനിക്ക് അത് കിട്ടിയിരിക്കുന്നതൊക്കെ വലിയ വലിയ ശരിക്കും കന്നഡ ആക്ട്രസസിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് ആദ്യമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ വലിയ സന്തോഷമാണ് എനിക്കത്. അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് ഒത്തിരി അവാർഡുകൾ. ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ജയറാമേട്ടൻ്റെ ഇൻ്റർവ്യൂ എടുത്തിരുന്നു ഞാൻ, ആശകളായിരുന്നു. അപ്പം ഞാൻ ജയറാമേട്ടനോട് ചോദിച്ചു, ജയറാമേട്ടൻ്റെ കൂടെ ഒത്തിരി ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ജയറാമേട്ടൻ എപ്പോഴും അപ്പോൾ എല്ലാവരും, പക്ഷേ ഞാനും പൊടിയും കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം വേറെയാണെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് പറഞ്ഞ് അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അത് ഞാൻ ചോദിക്കാനുള്ള കാരണം, ഒരു തമിഴ്നാട്ടിൽ ഒരുമിച്ച് അവാർഡ് വാങ്ങാൻ പോയില്ല ഭാഗ്യരാജ്, അവിടെ ഒരു അത് വെച്ച് വന്നപ്പോൾ ആ ജയറാമേട്ടൻ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, അത്ഭുതപ്പെടുത്തിയതിന് അപ്പുറത്തേക്ക് ഒരു സ്നേഹം വീണ്ടും കൂടുകയായിരുന്നു ചെയ്തു ചേച്ചി. ജയറാമേട്ടൻ പറഞ്ഞാണ്, എനിക്ക് ഉർവശിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കംഫർട്ട് വേറെ ആരുടെ കൂടെ ഉണ്ടാവില്ല. അതെങ്ങനെ ഓർത്തെടുക്കണം? അയ്യോ, പിന്നെ അതെപ്പോഴും എപ്പോഴും പറയുന്ന വാക്കല്ലേ ജയറാം, എത്രയോ കാലം കൊണ്ട് പറയുകയല്ലേ. ഞങ്ങൾക്കത് പറയുമ്പോൾ മറ്റാരും ഒന്നും തെറ്റിദ്ധരിക്കൂല. അല്ല മറ്റു നായകന്മാർക്ക് വിഷമം വരുമോന്ന് പിന്നെ ഞാനോ മറ്റു നായകന്മാർക്ക് പ്രശ്നം ഉണ്ടോയെന്ന് ജയറാമോ ചിന്തിക്കാറില്ല. കാരണം അവർക്കും അറിയാം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള പടങ്ങൾ അത്തരം ഒരു സ്വഭാവമുള്ള സിനിമകളാണ്. രണ്ടുപേരും ഈക്വലായിട്ട് ഫീമെയിൽ ഓറിയൻറ്റഡ് വെപ്പേ ഉള്ളൂ. പക്ഷെ സിനിമ കണ്ടിറങ്ങുമ്പോൾ രണ്ടുപേരും ഒരുപോലെ തുല്യമായിട്ട് നിൽക്കും. അങ്ങനത്തെ സിനിമകളാണ്. ജയറാം നല്ല കോൺഫിഡൻറ്റ് ആയിട്ടുള്ള നടനാണ്. എപ്പോഴും നല്ല കോൺഫിഡൻസ് ഉണ്ട് ജയറാമിന്. അയ്യോ പിന്നെ നായിക എങ്ങനെ ആയാൽ ഞാൻ കുറഞ്ഞു പോകും എന്ന് ചിന്തിക്കുന്ന ഒരാളേ അല്ല ജയറാം. പിന്നെ വെച്ചാൽ കറക്റ്റായിട്ട് ഞാൻ അഭിനയിക്കുന്ന മീറ്റർ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ ജയറാമിന് എന്നുള്ളതാണ്. ഞാൻ വിട്ടുപോയാലും ജയറാം അത് ഓർമ്മിപ്പിക്കും. അതുപോലെ തന്നെ ആ സീൻ ഡെവലപ്പ് ചെയ്യുമ്പം ഞാനില്ലെങ്കിൽ പോലും അയ്യോ അത് പൊടി ഇങ്ങനെ അഭിനയിച്ചാൽ നന്നായിരിക്കും, എന്നിട്ട് ആ ഡയലോഗ് പൊടി പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആവുന്ന ഒരാളാണ് ജയറാം. അപ്പോൾ എനിക്കിപ്പോഴും ഞങ്ങളിപ്പോൾ ഒരു പാണ്ഡ്യരാജൻ്റെ ഒരു തമിഴ് പടം ചെയ്യുകയാണ്, ഫിനിഷ് ചെയ്തു പടം. അപ്പോൾ അത് ഓരോ സീനും ചെയ്യുമ്പം ആ ഡയറക്ടർക്ക് ഭയങ്കര അത്ഭുതമാണ്. പുള്ളി ഓരോ സീൻ കഴിഞ്ഞിട്ട് പുള്ളി ക്യാമറ കട്ട് ചെയ്ത് ചിരിച്ചുകൊണ്ടിരിക്കും അവർ. അത്ര നല്ല സീക്വൻസും ഉണ്ട്. അപ്പോൾ വീണ്ടും അത് പാർവതിക്കും അത് കേൾക്കുമ്പോഴാണ്, കാരണം ഞങ്ങൾ മൂന്നുപേരും അത്രയും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒരു നല്ല സൗഹൃദം ഇന്നും നിലനിൽക്കുന്നു. അത് വളരെ റെയറാണ് ഞാൻ സിനിമയെ കണ്ടതിൽ. അത്തരം ഈ നിലനിൽക്കുന്ന സൗഹൃദങ്ങൾ സിനിമയിൽ ഇല്ല എന്നെല്ലാവരും പറയും. കാരണം കുറച്ചു കാലം കഴിയുമ്പോൾ പലരും സിനിമയിൽ നിന്ന് ഇല്ലാതാവും, പലരും സെറ്റിലാവും. സ്ത്രീകളാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. അത് കണ്ടിന്യൂ ചെയ്ത് ഇതുവരെയും പോകാൻ സാധിക്കുന്നു ഒരുപോലെ എന്ന് പറയുന്ന വലിയൊരു സംഭവമല്ലേ. അത് വലിയ സന്തോഷമാണ്. കൃത്യമായിട്ട് പറഞ്ഞു, അതാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത വന്നത്. അതെ അതെ അതെ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.